നമസ്കാരം. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തിലെ കാർഷിക സേവനങ്ങൾ കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമായി നടപ്പിലാക്കുന്നതിന് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ഡിജിറ്റൽ സംവിധാനങ്ങൾ നവീകരിക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ 2026 മാർച്ച് 15 മുതൽ എയിംസ് 2.0 പോർട്ടലിലേക്ക് മാറ്റുന്നു. പുതിയ പോർട്ടൽ aims.new.kerala.gov.in എന്ന വിലാസത്തിലാണ് ലഭ്യമാവുക. പുതിയ സംവിധാനത്തിൽ ഇൻഷുറൻസ് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് കർഷകർ അവരവരുടെ നോമിനി വിവരങ്ങൾ, അതായത് നോമിനിയുടെ പേര്, ബന്ധം, തിരിച്ചറിയൽ രേഖകൾ തുടങ്ങിയ വിവരങ്ങൾ പോർട്ടലിൽ രേഖപ്പെടുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും സാങ്കേതിക സഹായത്തിനുമായി കർഷകർക്ക് അവരവരുടെ പരിധിയിലെ കൃഷിഭവനുമായി ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക നിർദ്ദേശം: പുഞ്ച കൃഷി ഇറക്കിയ പാടശേഖരങ്ങളിൽ തണ്ടുതുരപ്പൻ, കതിർപ്പേൻ എന്നിവയുടെ സാന്നിധ്യം കാണുന്ന പക്ഷം കൊതുമ്പ് സമയത്ത് സ്പിൻതോറം, സ്പൈനോസാഡ്, ഐസോസൈക്ലോസെറം എന്നിവയിൽ ഏതെങ്കിലും അടങ്ങിയ കീടനാശിനികൾ ശുപാർശ ചെയ്ത അളവിൽ പശ കൂടി ചേർത്ത് തളിക്കണം. ഒപ്പം വരമ്പിലെ കളനിയന്ത്രണത്തിൽ ശ്രദ്ധ പുലർത്തുകയും വേണം. കൂടുതൽ വിവരങ്ങൾക്ക് സംസ്ഥാന കീടനിരീക്ഷണ കേന്ദ്രവുമായി 755 99 086 39 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നാട്ടുമരങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന ഉപദ്രവകാരിയായ കളയാണ് ഇത്തിൽക്കണ്ണികൾ. ഇവ വിളയുടെ ഉൽപ്പാദനം കുറയ്ക്കുകയും ഗുണനിലവാരത്തെ ബാധിക്കുകയും ചെയ്യുന്നതിനാൽ ഇവയുടെ നിയന്ത്രണവും അനിവാര്യമാണ്. ഇത്തിൽക്കണ്ണികൾ ബാധിച്ച കൊമ്പുകൾ അവ നിൽക്കുന്ന മരത്തിൻ്റെ ഭാഗത്തിന് താഴെ വച്ച് വെട്ടിമാറ്റണം. ഇത്തിൽക്കണ്ണിയുടെ നിവാരണത്തിനായി എത്രൽ എന്ന ഹോർമോൺ 25 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കണം. ഇലകൾ വീണ്ടും തളർത്ത് വരുന്ന പ്രധാന വേരുകളിൽ 2,4-D എന്ന കളനാശിനി 1 ഗ്രാം 20 മില്ലി ലിറ്റർ വെള്ളത്തിലെന്ന തോതിൽ പഞ്ഞിയിൽ നനച്ച് വച്ച് കെട്ടുന്നത് വഴി ഇവയുടെ വളർച്ച പൂർണ്ണമായും തടയാം. കൂടാതെ വേനൽക്കാലത്ത് ചെറിയ തോതിലുള്ള ഇത്തിൽക്കണ്ണികളെ ഉപ്പ് തളിരിൽ വെച്ച് കെട്ടി നിയന്ത്രിക്കാവുന്നതാണ്. കാർഷിക വാർത്തകൾ സമാപിച്ചു.